ISLന്റെ പാർട്ടിസിപ്പേഷൻ ഫീയുടെ ആദ്യ ഗഡുവായ 55 ലക്ഷം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൈമാറിയതോടെ നമ്മൾ ഇത്തവണ ISL കളിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കകളെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. ടീമിന്റെ പങ്കാളിത്തം ഉറപ്പായതോടെ മീഡിയാസ് ക്ലബിന്റെ അനിശ്ചിതത്വത്തിൽ നിന്നും അവരുടെ ഫോക്കസ് ട്രാൻസ്ഫർ ആക്ടിവിറ്റികളിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യ പരിശീലകനായ വെസ്റ്റ്വുഡിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ്വുഡ് ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് എന്നും ലാസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ആ ഡിമാൻഡ്സ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഡിമാൻഡ് മാനേജ്മെന്റ് അംഗീകരിച്ചാൽ പുള്ളി അടുത്ത സീസണിൽ ക്ലബിനൊപ്പം തുടരാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട്. ടീമിന്റെ ഭാവി പദ്ധതികളിലും വരാനിരിക്കുന്ന ട്രാൻസ്ഫർ നീക്കങ്ങളിലും തനിക്ക് അധികാരം വേണമെന്ന് കോച്ച് പറഞ്ഞതായിട്ടും ടീമിലേക്ക് പുതുതായി എത്തിക്കേണ്ട താരങ്ങളുടെ ലിസ്റ്റ് കോച്ച് മാനേജ്മെന്റ് കൈമാറിയതായിട്ടും എക്സിൽ ആവേശം പോലുള്ള ഹാൻഡിലുകൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. മാർക്കസ് ആണെങ്കിലും ക്ലബ്ബ് ചിലപ്പോൾ ടോക്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ സത്യമാണെങ്കിൽ വെസ്റ്റ്വുഡ് തുടരുകയാണെങ്കിൽ പുള്ളി പ്രിഫർ ചെയ്ത പ്ലെയേഴ്സ് ക്ലബ്ബിൽ വരും. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ റെപ്യൂട്ടേഷൻ വെച്ചിട്ട് ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തേക്കാം.